രാജ്യത്തെ നടുക്കിയ ഡൽഹി ചെങ്കോട്ട സ്ഫോടനം. ദേശീയ അന്വേഷണ ഏജൻസി കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ കണ്ടെത്തുകയാണ്. ചെങ്കോട്ടയിൽ സ്ഫോടനത്തിന്റെ ആസൂത്രണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, 2 വർഷത്തിലധികം നീണ്ട പ്ലാനിംഗ് ആണ്. നമ്മുടെ രാജ്യത്തിനെതിരെ 2 വർഷമായി ഈ തീവ്രവാദികൾ ആസൂത്രണം ചെയ്യുകയാണ്. നിരപരാധികൾ 2 വർഷത്തെ ആസൂത്രണത്തിന്റെ പിന്നാമ്പുറം അത് NIAക്ക് പറഞ്ഞുകൊടുത്തത് പിടിയിലായ ഡോക്ടർ മുസമ്മൽ ഷക്കീൽ തന്നെയാണ്. അപ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ എന്തൊക്കെയാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭ്യമായ വിവരങ്ങൾ, മൊഴികൾ, തെളിവുകൾ നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോവുകയാണ്. അതായത് 2 വർഷമായി സ്ഫോടക വസ്തുക്കളും അതോടൊപ്പം ബോംബ് നിർമ്മിക്കാനുള്ള വസ്തുക്കളും ശേഖരിച്ചു വരികയായിരുന്നു ഈ ഭീകരവാദികൾ. അതായത് 2023 മുതൽ തന്നെ ഇതിന്റെ ആസൂത്രണം നടക്കുന്നുണ്ട്. ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ യൂറിയ, അതോടൊപ്പം തന്നെ അമോണിയം നൈട്രേറ്റ്, ഈ രണ്ടും വാങ്ങിയത് മുസമ്മിലാണ്. ഡോക്ടർ മുസമ്മിൽ 3 ലക്ഷം രൂപയ്ക്ക് ഹരിയാനയിൽ നിന്നാണ് ഇത് വാങ്ങിയതെന്നാണ് മുസമ്മിൽ ഇപ്പോൾ NIAക്ക് നൽകിയിരിക്കുന്ന മൊഴി. അതുമാത്രമല്ല, ഈ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ ഇലക്ട്രിക് ഉപകരണങ്ങളുണ്ട്, അത് വാങ്ങിയത് ഫരീദാബാദിൽ നിന്നാണെന്നും മൊഴി നൽകിയിട്ടുണ്ട്. ഈ കെമിക്കലുകളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ ഒരു ഫ്രീസറും വാങ്ങുകയും ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞു 2 വർഷത്തിലധികമായി ഈ പ്ലാനിംഗ് നടക്കുകയാണ്. അതായത് ഈ സ്ഫോടക വസ്തുക്കളൊക്കെ ശേഖരിക്കുന്നതിൽ ഒരു കാലതാമസം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സ്ഫോടനത്തിന് പണം ആവശ്യമായിരുന്നു. ഈ പണം മുഴുവൻ അത് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ സ്വന്തം നിലയിൽ കണ്ടെത്തിയതാണ്. സ്ഫോടനത്തിനായി ഫണ്ട് സ്വന്തം നിലയ്ക്ക് തന്നെയാണ് കണ്ടെത്തിയത്. ഏകദേശം 26 ലക്ഷം രൂപ ഇവർ ഇതിനു വേണ്ടി പിരിച്ചെടുത്തിട്ടുണ്ടെന്നാണ് NIA കണ്ടെത്തിയത്. അത് ചാവയറായിരുന്ന ഡോക്ടർ ഉമറിന് കൈമാറുകയും ചെയ്തു. ഉമർ മാത്രമേ 26 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ ഡോക്ടർ ഉമർ നൽകി, 5 ലക്ഷം രൂപ ഡോക്ടർ മുസമ്മിൽ തന്നെയാണ് പിരിച്ചു നൽകിയത്. ചെങ്കോട്ട മാത്രമായിരുന്നില്ല ഈ ഭീകരരുടെ ലക്ഷ്യം. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ സ്ഫോടന പരമ്പര, അതും ഡിസംബറിലായിരുന്നു നടത്താൻ പ്ലാൻ ഇട്ടിരുന്നത്. ബാബറി മസ്ജിദ് പൊളിച്ച് ഡിസംബർ 6-ന് 6 ലക്ഷം രൂപയ്ക്ക് ഒരു AK-47 വാങ്ങിയെന്ന് മുസമ്മിൽ സമ്മതിച്ചിട്ടുണ്ട് കുറ്റസമ്മത മൊഴിയിൽ. ഇത് പിന്നീട് ആദിലിന്റെ ലോക്കറിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഈ മുസമ്മിൽ, ആദിൽ, മുസാഫർ, ഈ 3 പേരും തുർക്കിയിലേക്ക് യാത്ര ചെയ്തിരുന്നു. ഇത് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനുമായി ബന്ധമുള്ള ഒക്കാസയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇത്രയുമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്ന വിവരങ്ങൾ. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്, തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്.